അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏത് പ്രാർത്ഥനയ്ക്കും പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അറിയുന്ന കാര്യം തന്നെയാണ്. രണ്ട് കാര്യം നമ്മുടെ മുന്നിൽ വെച്ച് ദുആ ചെയ്താൽ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കപ്പെടും. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, റബ്ബന ഗഫിർലി വലി വാലിദയ്യ. അതാണ് രണ്ട് കാര്യം. ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരായത്താണത്. റബ്ബന ഗഫിർലി വലി വാലിദയ്യ. ഒന്നാമതായി നീ പൊറുക്കലിനെ തേടണം. എല്ലാ ആളുകളും ദുആ ചെയ്യുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അള്ളാഹുവെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണം, കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണം, രോഗങ്ങൾ മാറ്റിത്തരണം. പക്ഷേ നീ ഹൃദയം സർവീസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നില്ല. ആദ്യം നീ പറയേണ്ടത് അള്ളാഹ് എന്റെ പാപം പുറത്തു തരണേ എന്നാണ്. ശ്രദ്ധിക്കണേ, എന്റെ പാപം നീ പുറത്തു തരണേ എന്നാണ് ആദ്യമായി നീ പറയേണ്ടത്. നിന്റത് അതുപോലെ നിന്റെ കുടുംബത്തിലുള്ളവരുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാമത്തത് നീ പറയേണ്ടത് റബ്ബന ഗഫിർലി, പൊറുക്കലിനെ തേടണം. എങ്ങനെയാ ഉസ്താദെ പൊറുക്കലിനെ തേടേണ്ടത്? മഹാന്മാര് പറഞ്ഞല്ലോ, നീ ചെയ്ത തെറ്റിന്റെ ആഴമോർത്തിട്ടുടനടി നിറയട്ടെ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് നിന്നോടലിവ് റബ്ബിന് തോന്നണം, പടിവാതിലൊഴിയാതവിടെ നിന്ന് നീ കരയണം. ആദ്യം നീ കരയണം. നീ ചെയ്ത തെറ്റ് ഓർത്തുകൊണ്ട് നീ പൊട്ടിക്കരയണം. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ട്, വലി വാലിദയ്യ, നിന്റെ മാതാപിതാക്കൾക്ക് പൊറുക്കലിനെ തേടണം. മാതാപിതാക്കൾക്ക് പൊറുക്കലിനെ തേടണം എന്ന് മഹാന്മാരവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇത് എവിടെയാ ഇങ്ങനെ ഒരു ദുആ നമുക്ക് എവിടെയാ കിട്ടുക? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണം. ഇന്ന് മാതാപിതാക്കളെ മറന്നുപോയി. അവരെവിടെയാണ്? സുബ്ഹാനല്ലാഹ്, വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ദുആ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും നല്ല വഴി പണ്ഡിതന്മാര് പറയുന്നു, നമ്മൾ നമുക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്താലും ഉപ്പാനെയും ഉമ്മാനെയും മറക്കാതെ ചേർത്ത് പിടിക്കണം. ഉപ്പാനെ ഉമ്മാനെ മറക്കാതെ ചേർത്ത് പിടിക്കണം. വലി വാലിദയ്യ, നിന്റെ മാതാപിതാക്കൾക്ക് എപ്പോഴും ഗുണം ചെയ്യണേ എന്നല്ലേ. അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ മറക്കരുത്. അവരെ നമ്മൾ ചവറ്റുകൊട്ടയിലേക്ക് മാറ്റിയിടരുത്. തൊലിവെളുപ്പുള്ള ഭാര്യയെയും മക്കളെയും കാണുമ്പോ മാതാപിതാക്കളെ വേണ്ട എന്നുള്ള ചിന്തകൾ മാറ്റിവെക്കരുത്. വർഷത്തിലൊരിക്കൽ പോയി അവരെ പോയി കണ്ട് ഒരു 500 രൂപ കൊടുക്കൽ അത് സന്തോഷമാവൂല. അതൊരു പക്ഷെ നിന്റെ മനസ്സിൽ തൃപ്തി കിട്ടുമെങ്കിലും ഒരിക്കലും അള്ളാഹു നിനക്ക് മാപ്പ് തരുകയില്ല. അതുകൊണ്ട് രണ്ട് കാര്യം നിന്റെ ദുആ സ്വീകരിക്കാൻ, നിന്റെ കുടുംബത്തിൽ ജീവിത വിജയം ഉണ്ടാകാൻ, നിന്റെ കുടുംബത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടാൻ. ഒന്ന്, നീ ദുആ ചെയ്യുമ്പോ അള്ളാഹുവിനോട് നിനക്ക് പൊറുക്കലിനെ തേടുക. രണ്ട്, വലി വാലിദയ്യ, നീ മാതാപിതാക്കൾക്കും പൊറുക്കാൻ വേണ്ടി. അവർ മരണപ്പെട്ടു പോയി, അവര് ഖബറിന്റെ ഉള്ളറയിലാണ്. അള്ളാഹു അവർക്ക് നീ പുറത്തു കൊടുക്കണേ, അവര് പ്രയാസത്തിലാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് നീ ദുആ ചെയ്താൽ ഇൻഷാ അള്ളാഹ് നിന്റെ ദുആ സ്വീകരിക്കപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.